അതുപോലെ തന്നെ എഗ് ചെയ്തുകൊണ്ട് ചിലപ്പോൾ 3 കഴിഞ്ഞ് ബേഡ് ഡെഡ് ആയി പോകും. അസ്റ്റിങ്ങോ ചിലർക്ക് ഇത് ഓവർ അല്ലേ, ഓവറോ കാര്യങ്ങളൊന്നല്ല, ഇത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. കാരണം അവരാ കേജിനുള്ളിൽ തന്നെ ആയാൽ പിന്നെ ഒരു ഫ്ലൈ വരെ ചെയ്യാൻ മറക്കും. ആ രീതിയിൽ ഇന്നുമായിട്ട് ബ്രീഡ് ചെയ്താൽ ചിലപ്പോൾ അവർക്ക് എഗ് ബൈൻഡിങ്, കാൽസ്യം ഡെഫിഷ്യൻസി കാര്യങ്ങൾ, അങ്ങനെ തന്നെ എഗ് ഗെയിം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ ബേഡ്സേക്ക്. എൻ്റെ പേര് വിശാഖ്. അപ്പം ഇന്നത്തെ വീഡിയോ മറ്റൊന്നുമില്ല കേട്ടോ. പൊതുവെ ഞാൻ ആരും പറഞ്ഞ് കേൾക്കാത്തൊരു കാര്യമാണ്, പക്ഷെ ഞങ്ങളൊക്കെ റെഗുലറായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ് ഈ ബേഡ് റെസ്റ്റിംഗ് എന്ന് പറയും. അതായത് പക്ഷിയൊക്കെ റെസ്റ്റ് കൊടുക്കുക. അതിനെപ്പറ്റി ആർക്കിങ്ങനെ അറിയും? കാരണം ഇങ്ങനെ ഒരു കേസ് ഇട്ട് നമുക്ക് നിലവിലുണ്ട്. പക്ഷികളെ അടുപ്പിച്ച് ബ്രീഡിങ് ചെയ്യാതെ നമ്മളൊരു ടൈം പീരീഡിൽ നമ്മൾ റെസ്റ്റ് കൊടുക്കും. കാരണം ആ സമയത്ത് പക്ഷികൾ ഡീവാം ചെയ്യും, കാര്യങ്ങൾ ചെയ്യും. അപ്പൊ അതിനെ പറ്റിയുള്ളൊരു വീഡിയോ ആണ്. അപ്പൊ നമ്മൾ കൊടുത്ത് നമ്മൾ റെസ്റ്റ് കൊടുത്ത 2 ബേഡ്സിനെ കാണിച്ചു തരാം. നമുക്ക് നേരെ എന്ത് ചെയ്യാൻ വീഡിയോയിലേക്ക്. ഞാൻ നിലവിൽ റെസ്റ്റ് കൊടുത്ത് നമ്മളൊരു പേര് കാണിച്ചാട്ടോ. ഇവരാട്ടോ നമ്മുടെ അടുത്തുള്ളൊരു പേര് സണ്ണാണ്. ഇവർക്കാണ് നമ്മൾ നിലവിൽ റെസ്റ്റ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ആൾക്കാര് ഞാനല്ലേ, ഇവള് നല്ല ഫ്രണ്ട്ലി ആണ് ആള് പണ്ടും, പക്ഷെ മെയില് കുറച്ച് വൈൽഡാണ്. എങ്ങനെ റെസ്റ്റ് എന്ന് പറഞ്ഞുതരാം. നമ്മളിപ്പോ ബേഡ്സ് കണ്ടിന്യൂ ആയിട്ട് ബ്രീഡ് ചെയ്താൽ ചിലപ്പോൾ അവർക്ക് എഗ് ബൈൻഡിങ്, കാൽസ്യം ഡെഫിഷ്യൻസി കാര്യങ്ങൾ, അങ്ങനെ തന്നെ എഗ് ചെയ്യുമ്പോൾ കൈയും കാലും തളർന്നു പോവാം. എഗ് ബൈൻഡിങ് വെച്ചാല് പ്രോപ്പറായിട്ട് എഗ് ഷെല്ലുകൾ ഒന്ന് കട്ടിയാവാത്ത രീതിയിലാവുക. അങ്ങനെ കുറെ കേസുകളുണ്ട്. അതുപോലെ തന്നെ എഗ് ചെയ്തുകൊണ്ട് ചിലപ്പോൾ 3 കഴിഞ്ഞ് ബേഡ് ഡെഡ് ആയി പോകും. അത് നമ്മൾ ഡീവാമോ കാര്യങ്ങളോ ഒന്നും ചെയ്യാത്തതിന്റെ ഫലമായിട്ടാണ്. അപ്പൊ എങ്ങനെയാണ് ഒരു പ്രോപ്പറായ ബേഡ്സിന് നമ്മൾ റെസ്റ്റ് കൊടുക്കുന്നതെന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ചാൽ ഒരു 2 ബ്രീഡിങ് കഴിഞ്ഞ ശേഷം ഒരു നമ്മൾ ഫ്രീ ഫ്ലൈന് വിടുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഒരു ഫ്ലൈയിങ് കേജിൽ ഇട്ടിട്ട് ഫ്ലൈ ചെയ്യിപ്പിക്കുക. നന്നായിട്ട് ഫുഡ് കൊടുക്കുക, നല്ല വൃത്തിക്ക് ഫുഡും കൊടുക്കുക, കാൽസ്യം കൊടുക്കുക, റോബോട്ടിക്സോ കാര്യങ്ങളുണ്ടെങ്കിൽ അതും കൊടുക്കുക. അതിനുശേഷം ഇവരതായ രീതിയിൽ വെയിറ്റോ കാര്യങ്ങളൊക്കെ ആയെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം എന്ത് ചെയ്യുക, ബ്രീഡിങ്ങിന് കയറ്റുക. ആ സമയത്ത് നമുക്കാണെങ്കിൽ ഡീവാം ചെയ്യാം. ഡീവാം ചെയ്യേണ്ട മസ്റ്റാണെന്ന് വെച്ചാൽ ഡീവാം ചെയ്യേണ്ട മസ്റ്റ് തന്നെയാണ്. അത് എല്ലാ ജീവവർഗത്തിലും ഡീവാമിങ് എന്ന സംഭവം ഒരു പ്രോസസ്സിംഗ് ഉണ്ട്. മനുഷ്യനിലുണ്ട്, എല്ലാ മൃഗങ്ങളിലും ഉണ്ട്. അപ്പൊ ഡീവാമിങ് വെച്ചാൽ അതൊരു വേണ്ട കാര്യം തന്നെയാണ്. അപ്പൊ ഇവര് നമുക്ക് പ്രോപ്പറായി 2 ചിക്സിനെ ഇറക്കി, നമുക്ക് പ്രോപ്പറായി ചിക്സിനെ ഇറക്കി തരുന്ന ടീംസ് ആട്ടോ ഇവര്. നമ്മൾ അതുപോലെ തന്നെ നമ്മള് സണ്ണിന് മാത്രമല്ല ഹെലികോപ്റ്റേഴ്സ്, ഇതിപ്പോ ഹെലികോപ്റ്റേഴ്സിന് നമ്മൾ ഫ്രീക്ക് വിട്ട ഹെലികോപ്റ്റേഴ്സ് ആണ് ഷോബജീസ്. ഇവരെയും ഞാനിപ്പോ എന്ത് ചെയ്ത് ഫ്രീക്ക് വിട്ട ഷോബജീസ് കാര്യങ്ങളാണ്. ഇവരൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഒരു പ്രോപ്പർ നമ്മൾ 2 എഗ്ഗിങ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഇവരൊക്കെ നമ്മളൊന്ന് ഫ്രീ ആയിട്ട് വിടും. അതിനുശേഷം നല്ല കാൽസ്യം കാര്യം കൊടുത്ത് ബേഡ്സ് ഒക്കെ വെയിറ്റ് ആയി എഗ് ചെയ്യാൻ സെറ്റായി എന്ന് പറഞ്ഞ ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, പിന്നെ നമ്മൾ ബ്രീഡ് ചെയ്യുള്ളൂ കേട്ടോ. അപ്പൊ ചെയ്യേണ്ട കാര്യത്തിലേ ഉള്ളൂ, നിങ്ങൾക്ക് ഒരു ഫ്ലൈയിങ് കേജിലേക്ക് ഇടുക, കണ്ടിന്യൂസ് ആയിട്ട് ബേഡിനെ ബ്രീഡ് ചെയ്യാതിരിക്കുക. ഓക്കെ, ഒരാ കേജിനുള്ളിൽ തന്നെ ആയാൽ പിന്നെ ഒരു ഫ്ലൈ വരെ ചെയ്യാൻ മറക്കും. ആ രീതിയിലേക്കാവും. അപ്പൊ അങ്ങനെ ചെയ്യാതിരിക്കുക. 2-3 ബ്രീഡിങ് കഴിഞ്ഞ ശേഷം വരെ എപ്പോഴും ഒന്ന് ഫ്ലൈ ചെയ്യിപ്പിക്കാൻ പറ്റും. അതിന് ഫ്രീ ആയിട്ടുണ്ടോ, ഈ ഒരു ഫ്രീയിൽ ഓരെപ്പോഴും കൊണ്ടേ നടക്കുക. ബ്രീഡിംഗ് എന്നുള്ള ഒരു പ്രോസസ് മാറ്റി എപ്പോഴും ഒരു നമ്മൾ എന്താ ചെയ്യുക, ബേഡ്സിനെ കെയർ ചെയ്ത് നടക്കുക. പക്ഷികൾ പെട്ടെന്ന് ബൈൻഡിങ് കാര്യങ്ങൾ വരും, പെട്ടെന്ന് കാൽസ്യത്തിന് ഡെഫിഷ്യൻസി കാര്യങ്ങൾ വരും, അങ്ങനെ കുറെ സംഭവങ്ങൾ വരും സർവ്വസാധാരണ കേട്ടോ. അപ്പൊ ഇത് എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പൊ ഇതാണ് നമ്മൾ ബേഡ് റെസ്റ്റിംഗ് എന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ മിക്ക ആൾക്കാരും എന്നോട് സൺകുഞ്ഞോന്റെ ചിക്സോ കാര്യങ്ങളുണ്ടോ ഞാൻ പറയും, ഓരോരുത്തർ ഞാൻ പറയാറുണ്ട് ബേഡ് റെസ്റ്റിംഗിലാണ്. അപ്പൊ ഒരു ബേഡ് റെസ്റ്റിങ്ങോ ചിലർക്ക് ഇത് ഓവർ അല്ലേ, ഓവറോ കാര്യങ്ങളൊന്നല്ല, ഇത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. കാരണം നമ്മളെ ഈ ഇറ്റിങ്ങളെ ബേഡ്സ് ചിക്സുകൾ ഇറക്കി ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് മാത്രം കാര്യമില്ല. മാക്സിമം അതിന് ചിക്സുകളെ ഊറ്റിയെടുക്കുക, അതിനുശേഷം ഇവരെ കൊടുക്കുക. അതിൽ കഥല്ല. നമ്മൾ ബേഡ്സ് എപ്പോഴും ഹെൽത്തി ആണ്. ഇപ്പൊ ഇവരുണ്ടോ, ഇവരിപ്പോ എഗ് ചെയ്ത് ചിക്സിനെ ഇറക്കി നെക്സ്റ്റ് ഇപ്പൊ ഇവള് ആക്റ്റീവ് ആയി തുടങ്ങി. ആ ഒരു സമയം ഇവര് വീക്കാവും. കാരണം എഗ്ഗും ചെയ്ത് ബേഡ്സ് മക്കൾക്ക് ഫുഡും കൊടുത്തു കഴിഞ്ഞാൽ ഇവര് വീക്കാവും, നോർമലി വീക്കാവും. ആ സമയമാണ് നമ്മൾ ഇവരെ ഫ്രീയിലേക്ക് വിടേണ്ടത്. അപ്പൊ ഈ ഫ്രീ ആയി നിൽക്കുന്ന സമയം ഫ്ലൈ ചെയ്ത് ഇവരുടേതായ ഓരോ ആക്ടിവിറ്റിയിൽ റെഡി ആവുമ്പോൾ മക്കൾ ഉഷാറായിക്കോളും. അപ്പൊ എന്താ വെച്ചാൽ നമുക്ക് റിസൾട്ടും കൂടും. അതായത് എഗ്ഗ് ചെയ്യുന്നതിലുള്ള ഫെർട്ടിലിറ്റി നന്നായിട്ട് കൂടും. അതായത് 6 എഗ്ഗ് ചെയ്താൽ 5 എഗ്ഗും വിരിയും. ആ രീതിയിലേക്കാവും. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ കുറച്ചേർക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോ കാണുന്നത് കീർത്തം ബൈ. നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാം. ഇത്തരം ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ആ ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അടുത്ത വീഡിയോ കാണുന്നത് കീർത്തം ബൈ.